ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ലിറ്റ്ഷ്യൂർ അക്കാദമി. നമ്മുടെ MCQ സീരീസിൻ്റെ തുടർച്ചയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ഈ MCQ സീരീസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം അത് കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് മുമ്പിൽ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: Matthew Arnold summarizes the rule of English criticism in one word in The Function of Criticism. What is the word? ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാത്യു അർണോൾഡിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം. അപ്പോൾ അതിൽ ഇംഗ്ലീഷ് ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രിറ്റിസിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവായിട്ട്, ഒരു എയിമായിട്ട് ഒരു വേർഡ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേത് വേർഡാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്യൂരിഫിക്കേഷൻ, ഓപ്ഷൻ ബി ജഡ്ജ്മെൻറ്റ്, ഓപ്ഷൻ സി ഡിസിൻട്രസ്റ്റഡ്നെസ് ആൻഡ് ഓപ്ഷൻ ഡി സിവിലൈസേഷൻ. ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സി, ഡിസിൻട്രസ്റ്റഡ്നെസ്. ഡിസിൻട്രസ്റ്റഡ്നെസ് അതായത് എവിടെയും എങ്ങോട്ടും ചാടാതിരിക്കുക എന്ന് നമ്മൾ പറയും. ഒരു പ്രജുഡിസും ഇല്ലാതെ കൃത്യമായി നിലപാടെടുക്കുക, ഡിസിൻട്രസ്റ്റഡ് ആയിട്ടുള്ള നിലപാട് എടുക്കുക, പാർഷ്യാലിറ്റി കാണിക്കാതിരിക്കുക. അപ്പോൾ അതാണ് ക്രിറ്റിസിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് മാത്യു അർണോൾഡ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12. Trauma theory is tremendously influenced by which theoretical school? Option A deconstruction, option B Marxism, option C feminism and option D psychoanalysis. ട്രോമ തിയറി ഏത് തിയററ്റിക്കൽ സ്കൂളുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരി ഉത്തരം സൈക്കോ അനാലിസിസ് ആണ്. അതായത് ഓപ്ഷൻ ഡി സൈക്കോ അനാലിസിസ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് പോലെയുള്ള പ്രസിദ്ധമായിട്ടുള്ള സൈക്കോ അനലിറ്റിക്കൽ ക്രിറ്റിസിസം ചെയ്ത വ്യക്തിയാണ്. അത്തരത്തിലുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈക്കോ അനാലിറ്റിക് തിയറീസിനെ ബേസ് ചെയ്തിട്ടാണ് ട്രോമ തിയറിയൊക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 13. The tragic comedy, which is the product of the English theatre, is one of the most monstrous inventions that ever entered into a poet's thought. Whose view is this? അപ്പോൾ ട്രാജിക് കോമഡിയുമായി ബന്ധപ്പെട്ട ഒരു കോട്ടാണ്. ഇതാരാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വളരെ രസകരമായിട്ട് ട്രാജിക് കോമഡിയെ അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാണാം. ഓപ്ഷൻസ് ആർ ജോസഫ് എഡിസൺ, ഡോക്ടർ ജോൺസൺ, ജോൺ ഡ്രൈഡൻ ആൻഡ് അലക്സാണ്ടർ പോപ്പ്. ആൻഡ് ദിസ് ഈസ് The answer of this question is option A, ജോസഫ് അഡിസൺ. 18th സെഞ്ച്വറിയിലെ വളരെ പ്രധാനപ്പെട്ട പ്രോസ് റൈറ്ററായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ. സ്പെക്ടേറ്റർ പോലെയുള്ള പ്രധാനപ്പെട്ട പീരിയോഡിക്കൽസ് ഫൗണ്ട് ചെയ്തിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ്. ഒരുപാട് പീരിയോഡിക്കൽ എസ്സേസ് എഴുതിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ജോസഫ് അഡിസൺ. ക്വസ്റ്റ്യൻ നമ്പർ 14. സബ്ലിമിറ്റി ഹാസ് ഹൗ മെനി സോഴ്സസ്? എത്ര സോഴ്സസ് സബ്ലിമിറ്റിക്ക് ഉണ്ട് എന്നാണ് ഇവിടെ ബ്ലാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. 2 sources, 5, 4 or 3? ആൻഡ് ദ കറക്റ്റ് ആൻസർ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റിലേറ്റീവ്ലി. 5 sources. 5 sources ആണ് സബ്ലിമിറ്റിക്ക് ഉള്ളത്. ആരാണ് സബ്ലിമിറ്റിയെ പറ്റിയും അതിൻ്റെ 5 sourcesനെ പറ്റിയും സംസാരിച്ചിട്ടുള്ളത്? അത് ലോഞ്ചൈനസ് ആണ്. ഫേമസ് ക്രിട്ടിക്കായിട്ടുള്ള ലോഞ്ചൈനസ് ആണ് സബ്ലിമിറ്റിയെ പറ്റി ഓൺ ദ സബ്ലൈം ഓൺ ദ സബ്ലൈം എന്ന് പറഞ്ഞൊരു ഫേമസ് ടെക്സ്റ്റ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 15. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ടേം ഹമാർഷ്യ ആസ് യൂസ്ഡ് ബൈ അരിസ്റ്റോട്ടിൽ ഇൻ ഹിസ് തിയറി ഓഫ് ട്രാജഡി? അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ തിയറി ഓഫ് ട്രാജഡിയിലെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഹമാർഷ്യ. അപ്പോൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ട്രാജിക് എൻഡ് ഓഫ് ദ ട്രാജഡി, ഓപ്ഷൻ ബി വർക്കിംഗ് ഓഫ് ഫെയ്റ്റ് അഗെയിൻസ്റ്റ് ദ ഹീറോ, ഓപ്ഷൻ സി എ വീക്ക് ട്രേറ്റ് ഇൻ ദ ക്യാരക്ടർ ഓഫ് ദ ഹീറോ ആൻഡ് ഓപ്ഷൻ ഡി എ സ്ട്രോങ് ക്വാളിറ്റി ഇൻ ദ ക്യാരക്ടർ ഓഫ് ദ ഹീറോ. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, എ വീക്ക് ട്രേറ്റ് ഇൻ ദ ക്യാരക്ടർ ഓഫ് ദി ഹീറോ. അതിനെയാണ് നമ്മൾ ഹമാർഷ്യ എന്ന് പറയും. ശ്രദ്ധിക്കുക, ഹമാർഷ്യക്ക് വേറൊരു പേര് കൂടിയുണ്ട്, ട്രാജിക് ഫ്ലോ. ആ പേര് കേൾക്കുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ മീനിങ് കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. ട്രാജിക് ഫ്ലോ എന്ന് പറയുമ്പോൾ ഒരു വീക്ക്നെസ് എ ചിങ്ക് ഇൻ ദി ആർമർ എന്നൊക്കെ പറയും. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആയുധത്തിലുള്ള ചെറിയൊരു പിഴവ് അല്ലെങ്കിൽ ചെറിയൊരു വീക്ക്നെസ്, അതിനെയാണ് ഒരു വീക്ക് ട്രേറ്റ് ഓഫ് ദി സെൻട്രൽ ക്യാരക്ടർ, അതിനെയാണ് ഹമാർഷ്യ എന്ന് പറയാം, ട്രാജിക് ഫ്ലോ എന്ന് പറയാം. നമ്മൾ ഹാംലെറ്റിൻ്റെ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ ആണ് എന്ന് പറയും.
അതുപോലെ മാക്ബത്തിൻ്റെ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത് അംബീഷൻ ആണ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ അതിനുള്ള എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. വാട്ട് ഈസ് ഡീഫെമിലിയറൈസേഷൻ? ഡീഫെമിലിയറൈസേഷൻ എന്ന കോൺസെപ്റ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, എ ടേം ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ലിറ്ററേച്ചർ എക്സ്പോസസ് ഇറ്റ്സ് ഓൺ ആർട്ടിഫിഷ്യാലിറ്റി. Option B, an idea explored by Viktor Shklovsky, a term that describes the capacity of art to counter the effects of habit. And option D, all of the above answers are correct. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ്. അതായത് ആദ്യത്തെ 3 ഓപ്ഷനും കറക്റ്റാണ്, ശരി ഉത്തരമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഓൾ ഓഫ് ദി എബവ് തന്നെ ആവണം എന്നില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ അത് ശരിയാണ്. കാരണം ഡീഫെമിലിയറൈസേഷൻ എന്നത് ഫോമലിസം എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ സ്കൂളുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റാണ്. ഫോമലിസം, റഷ്യൻ ഫോമലിസം എന്നും പറയാറുണ്ട്. അപ്പോൾ വിക്ടർ ഷ്ക്ലോസ്കി എന്ന് പറയുന്നത് റഷ്യൻ ഫോമലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഒരു ഐഡിയ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഡീഫെമിലിയറൈസേഷൻ അതുപോലെ തന്നെ പിന്നീട് ബെർട്ടോൾഡ് ബ്രെച്റ്റിൻ്റെ എപ്പിക് തിയേറ്ററിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ അത് വേറൊരു രീതിയിലാണ് അവിടെ വരുന്നത്. മൂവിങ് ഓൺ, ക്വസ്റ്റ്യൻ നമ്പർ 17. ഹൂ കോയിൻഡ് ദ ടേം ന്യൂ ഹിസ്റ്റോറിസിസം? ഫസ്റ്റ് ഓപ്ഷൻ ജാക്വസ് ഡെറിഡ, ഓപ്ഷൻ 2 ടെറി ഈഗിൾട്ടൺ, ഓപ്ഷൻ 3 ഫ്രെഡറിക് ജെയിംസൺ ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ്. സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ് ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ സ്കൂളാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ്. ഷേക്സ്പിയർ ആൻഡ് ദി എക്സോർസിസ്റ്റ് പോലെയുള്ള പ്രസിദ്ധമായിട്ടുള്ള വർക്ക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഇത്തരത്തിലുള്ള ടേംസ്, പ്രത്യേകിച്ചും ഒരു ക്രിട്ടിക്കൽ സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സിൻ്റെ പേര്, ആ പേരൊക്കെ കോയിൻ ചെയ്തത് ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം ന്യൂ ക്രിറ്റിസിസം ജോയലി സ്പിൻഗാൺ ആണ് ന്യൂ ക്രിറ്റിസിസം എന്ന വേർഡ് കോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഗെട്രൂഡ് സ്റ്റെയിൻ ആണ് ലോസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിനെ വിളിക്കുന്ന പേര് കോയിൻ ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് കോയിൻ ചെയ്തത് ആരാണ് എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ഏരിയയാണ് അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. ടു വാട്ട് ഐഡിയ ഡസ് ദ ടേം ഹെട്രോഗ്ലോഷിയ റെഫർ? ഓപ്ഷൻ എ, an infant's inability to speak prior to the mirror stage. Option B, the referential relationships among symbols, signifiers and signs. And option C, the multi-layered nature of language in a literary work. And option D, all of the above answers are correct. So the correct answer to this question is option C, the multi-layered nature of language in a literary work. അപ്പോൾ ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ലിറ്റററി വർക്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്, ഡിഫറെൻറ്റ് നേച്ചേഴ്സ് ഓഫ് ലാംഗ്വേജ്, അതിനെപ്പറ്റിയാണ് ഹെട്രോഗ്ലോഷ്യ പറയുന്നത്. ഏതൊരു വർക്ക് എടുത്തു കഴിഞ്ഞാലും അതിൽ നമുക്ക് അതിലെ ക്യാരക്ടേഴ്സ്, അതിലെ നറേറ്ററൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ അതിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു പ്രതിഭാസത്തെയാണ് ഹെട്രോഗ്ലോഷ്യ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിനെയാണ് ഹെട്രോഗ്ലോഷ്യ എന്ന് പറയുന്നത്. ആൻഡ് ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ ആവാട്ടോ, ഹൂ കോയിൻഡ് അല്ലെങ്കിൽ ഹൂ ഡെവലപ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ഹെട്രോഗ്ലോഷ്യ? ദ ആൻസർ ഷുഡ് ബി മിഖായിൽ ബക്തിൻ. ബക്തിനാണ് ഹെട്രോഗ്ലോഷ്യ എന്ന ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു കാര്യം കൃത്യമായിട്ട് ഓർമ്മിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 19. ഫോമലിസ്റ്റ് ക്രിറ്റിക്സ് ബിലീവ് ദാറ്റ് ദ വാല്യൂ ഓഫ് എ വർക്ക് cannot be determined by the author's intention. What term do they use when speaking of this belief? ഇപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നോക്കൂ, ദ വാല്യൂ ഓഫ് എ വർക്ക് കനോട്ട് ബി ഡിറ്റർമൈൻഡ് ബൈ ദി ഓതേഴ്സ് ഇൻറ്റൻഷൻ. അതായത് ഒരു ഓതറിൻ്റെ ഇൻറ്റൻഷൻ ബേസ് ചെയ്തുകൊണ്ടായിരിക്കരുത് ഒരു വർക്കിനെ വിലയിരുത്തുന്നത്. അപ്പോൾ എപ്പോഴും ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഓതർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് അതാണ് മീനിങ് എന്ന് വിചാരിക്കരുത്. അത് തെറ്റാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള മീനിങ് കണ്ടെത്തുക, വായനക്കാരനെ ആണ് വായിച്ച് മീനിങ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതാണ് ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസ് ഐഡിയ. അപ്പോൾ ഇതിനെ പറയുന്ന ഒരു പേരുണ്ട്, അതെന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ആർ പത്തറ്റിക് ഫാലസി, ഇൻറ്റൻഷണൽ ഫാലസി, എഫക്റ്റീവ് ഫാലസി ആൻഡ് ദ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. പേരിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്കത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ദ കറക്റ്റ് ആൻസർ ഈസ് ഇൻറ്റൻഷണൽ ഫാലസി. ഇൻറ്റൻഷൻ, ഓതറിൻ്റെ ഇൻറ്റൻഷൻ അല്ല നോക്കേണ്ടത്. അപ്പോൾ അതാണ് ഇൻറ്റൻഷണൽ ഫാലസി.
സോ അതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Next question number 20. Which of the following text is considered the first example of post-colonial criticism? പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസത്തിൻ്റെ ആദ്യത്തെ എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്രിറ്റിസിസത്തിന് തുടക്കം കുറിച്ച ഫേമസ് ടെക്സ്റ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഹാരോൾഡ് ബ്ലൂംസ് എൻ എലിജി ഫോർ ദ കാനൺ, ചാക്കോസ് ലക്കാൻസ് ദ മിറർ സ്റ്റേജ്, ക്ലിയാൻ ബ്രൂക്സ് ദ വെൽ റോട്ട് ഏൺ ആൻഡ് എഡ്വേർഡ് സെയ്ഡ്സ് ഓറിയൻ്റലിസം. ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, എഡ്വേർഡ് സെയ്ഡ്സ് ഓറിയൻ്റലിസം. 1978 പുറത്തിറങ്ങിയിട്ടുള്ള, അല്ലേ, ആ സമയത്തെ എല്ലാ ക്രിട്ടിക്കൽ എല്ലാവരെയും എന്താ പറയുക, ഇത്രയും വലിയൊരു കറണ്ട് ഓഫ് തോട്ട് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടെക്സ്റ്റാണ്. പോസ്റ്റ് കൊളോണിയൽ ക്രിറ്റിസിസത്തിൻ്റെ തുടക്കം എന്ന് പറയാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റാണ് എഡ്വേർഡ് സെയ്ദിൻ്റെ ഓറിയൻ്റലിസം. സോ ദി ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ യൂണിറ്റ് 6ൻ്റെ MCQs ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ MCQ സീരീസ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്രദം ആയിട്ടുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി നിങ്ങളുടെ കമൻസിലൂടെയും നിങ്ങൾ വാട്സപ്പിലൂടെയും ടെലിഗ്രാമിലൂടെയും ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമൻസിലൂടെയൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, ഈ MCQ സീരീസ് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം ലിറ്റ്ഷ്വർ അക്കാദമി. താങ്ക് യു.